കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് പുതുക്കി നൽകാതെ അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ ഗ്രൗണ്ട് അടക്കമുള്ളതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി. പ്രശ്നം മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സ് നടപടി ആരംഭിച്ചു എന്നാണ് നമ്മുടെ കായിക ഡെസ്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. രാജസ്ഥാനിൽ നിന്നൊക്കെയുള്ള മടക്കം എന്നായിരുന്നു? ഇന്നലെ പുലർച്ചെയാണ് തിരിച്ചെത്തിയത്. ഒരു 6-7 ദിവസത്തെ യാത്ര. നമ്മൾ ഏറ്റവും ബോർഡറിലെ ജയ്സാൽമീർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ബോർഡറിലൊക്കെ പോയി. അതിനുശേഷം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ സ്ഥിരം പ്രേക്ഷകനായ കെ അനിൽകുമാർ അനിൽ അവിടെ എത്തിയ മുതൽ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാർത്തകൾക്കപ്പുറം അനിലേട്ടൻ്റെ വലിയ രീതിയിൽ സഹായം. നമുക്ക് അവിടെ ചെന്ന് വാഹന സൗകര്യവും പിന്നീട് എല്ലാ ഘട്ടത്തിലും വിളിക്കുകയും നമുക്ക് ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ പോലീസിൻ്റെ സഹായം അടക്കം എല്ലാ തരത്തിലും അനിലേട്ടൻ്റെ സംഭാവന അല്ലെങ്കിൽ സഹായം വലിയ രീതിയിൽ. നമ്മൾ പറയില്ലേ, എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ജയ്പൂരിൽ അനിലെ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കുടുംബമാണ്. തീർച്ചയായും അവര് നമ്മുടെ ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ആളുകൾ വന്നതുപോലെയാണ്. അനിൽ വന്നപ്പോൾ ആവേശത്തിലായി അനിൽകുമാറും സംഘവും. അപ്പൊ അത് സന്തോഷം. അപ്പൊ എന്തായാലും നന്നായി. താങ്ക് യു, വെൽ ഡൺ അനിൽകുമാർ. അപ്പൊ ഇനി നമ്മൾ വാർത്തയിലേക്ക്. SKN എല്ലാ വർഷവും ക്ലബ്ബുകൾ അവരുടെ ലൈസൻസ് പുതുക്കാറുണ്ട്. അവരുടെ സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ട്, പ്രാക്ടീസ് സെഷനുള്ള ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാണ് ഇവർ ലൈസൻസ് കൊടുക്കുക. ഇത്തവണ 15 ക്ലബ്ബുകളാണ് ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയത്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുതുക്കി നൽകിയിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഗ്രൗണ്ടിലെ പോരായ്മ തന്നെയാണ്. നമുക്കറിയാം, വർഷങ്ങളായി GCADക്ക് കീഴിലുള്ള ഈ ഗ്രൗണ്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. പക്ഷേ ഈ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. അങ്ങേയറ്റം ശോചനീയമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എല്ലാ വർഷവും ഇതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സാങ്ഷൻസോട് കൂടിയാണ്, ഇല്ലെങ്കിൽ ഫൈൻ അടച്ചതൊക്കെ തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. അതായത് പ്രധാനമായും ഈ സ്റ്റേഡിയത്തിൽ ധാരാളം കടകളുണ്ട്, ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റേഡിയമാണ്. അതിനകത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരിമിതികളും ഈ സ്റ്റേഡിയത്തിനുണ്ട്. എപ്പോഴൊക്കെ തന്നെ ഈ വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് ഇല്ലെങ്കിൽ ഫൈൻ അടച്ചുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ തന്നെ മാറിയിട്ടാണ് എല്ലാ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാറുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ ഇത് ഞങ്ങളുടെ കൈകളിൽ നിൽക്കുന്ന കാര്യമല്ല എന്നാണ്. അങ്ങനെ 15 ക്ലബ്ബുകൾ ലൈസൻസ് അപേക്ഷിച്ചതിൽ ഒരേ ഒരു ക്ലബ്ബ് പഞ്ചാബ് FC മാത്രമാണ് ലൈസൻസ് നൽകിയത്. മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകൾക്ക് സാങ്ഷൻസോട് കൂടിയാണ്, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയും ഹൈദരാബാദ് അടക്കമുള്ള ടീമുകളുടെ ലൈസൻസ് ആണ് ഇപ്പോൾ പുതുക്കി നൽകാതിരുന്നത്. പക്ഷേ ആരാധകർ അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ഫൈൻ അടച്ചാൽ നമുക്ക് ഈ ISL അടക്കമുള്ള മത്സരങ്ങൾ ഇവിടെ കളിക്കാൻ പറ്റുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ AFC മത്സരങ്ങൾ, ഈ മറ്റു അതുപോലുള്ള മത്സരങ്ങൾ ഒരിക്കലും ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ അതിന് യോഗ്യത നേടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളുമില്ല. SKN എന്തായാലും ഈ സ്റ്റേഡിയത്തിൻ്റെ സ്വന്തമായ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം, ഇല്ലെങ്കിൽ ഒരു മികച്ച സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല കേരള ഫുട്ബോളിനും അനിവാര്യമാണെന്നത് ഓർമ്മിപ്പിക്കുന്നതാണ് വീണ്ടും ഈ ലൈസൻസ് റദ്ദാക്കൽ നടപടി. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസു.